ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ടീ ടൈം സ്നാക്കായ പരിപ്പ് വടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അതായത് 250 ml കപ്പിൽ ഒരു കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. ഏകദേശം ഒരു 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് ഡ്രെയിൻ ചെയ്ത പരിപ്പാണിത്. ഇത് നമുക്ക് മിക്സിയിൽ കുറച്ചായിട്ട് അരച്ചെടുക്കണം. ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കാൻ, ഓവറായിട്ട് അരയേണ്ട, ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പരിപ്പ് നമുക്ക് മാറ്റി വെക്കണം. അത് അവസാനം നമുക്ക് മാവ് കുഴയ്ക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. കുറച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 പച്ചമുളക് ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-15 ചെറിയ ഉള്ളി കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ 2 ടേബിൾ സ്പൂണോളം പരിപ്പ് മാറ്റി വെച്ചിരുന്നു. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി മാവിൽ നിന്ന് കുറച്ച് മാവ് ഉരുളകളാക്കി എടുത്തതിന് ശേഷം കയ്യിൽ നിങ്ങൾക്ക് ഓയിൽ തടവി കൊടുക്കണമെങ്കിൽ തടവി കൊടുക്കാം. അതിനുശേഷം കൈവെള്ളയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പാണ് നമുക്ക് പരിപ്പ് വടയ്ക്ക് വേണ്ടത്. അപ്പം ഞാൻ സ്റ്റവ് കത്തിച്ച ശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചീനിച്ചട്ടിയിൽ. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റവ് എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങൾ ഓവറായിട്ട് ഫ്ലെയിം വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവാതെ പുറം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഒരു സൈഡ് കുക്കായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ 2 സൈഡും തിരിച്ചു മറിച്ച് ഇട്ടതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിത് എടുത്തു മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ആകെ ഒരു ഡിഫറൻസ് വരുത്തിയത് മല്ലിയിലയും പുതിനയിലയും കൂടെ അഡീഷണൽ ആയിട്ട് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.